ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങളെല്ലാവരും ട്രെൻഡെക്സിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ് അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻ്റ് ആണ് നമ്മുടെ IP അഡ്രസ്സ് റീബൈൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ IP ചെയ്ത ആളുകൾ, API ബൈൻഡിങ് ചെയ്ത ആളുകളാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്യണം. സ്പോട്ടിലും ഫ്യൂച്ചേഴ്സിലും എല്ലാ സ്ട്രാറ്റജിയിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് നെക്സ്റ്റ് ട്രേഡ്സ് കിട്ടുകയുള്ളൂ. സോ അതെങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാവരും കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ സ്റ്റെപ്പുകളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഫോട്ടോ ക്ലോസ് ചെയ്യാം. ഇവിടെ ഹോം പേജ് തന്നെ നിങ്ങൾക്ക് കണക്ട് എക്സ്ചേഞ്ച് എന്ന് കാണുന്നില്ലേ, ആ റെഡ് കളറിൽ അവിടെ കണക്ട് ക്ലിക്ക് ചെയ്യാം. താഴത്തേക്ക് വരുമ്പോൾ കണക്ട് ടു ബൈനാൻസ് എക്സ്ചേഞ്ച് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെ ഒരു ന്യൂമറിക് ഡിജിറ്റ്സ് കാണുന്നുണ്ട്, 172.120. ഇതാണ് ആക്ച്വലി IP. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ട്രെൻഡെക്സിൻ്റെ IP അഡ്രസ്സ് ഇതാണ്. സോ ഇത് നിങ്ങൾ മുന്നേ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ അപ്ഡേറ്റ് ആയതാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു IP അഡ്രസ്സിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു കോപ്പി ബട്ടൺ ഉണ്ട്, ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പീഡ് ആയിട്ടുണ്ട്. ഇനി നേരെ ബിനാൻസിലേക്ക് വരുന്നു. ബിനാൻസ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ബിനാൻസിൻ്റെ ലോഗോ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. മോർ സർവീസസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. താഴെ നിങ്ങൾക്ക് API മാനേജ്മെൻറ്റ്, ചില ഫോണുകളിൽ API എന്നായിരിക്കും ഉണ്ടാവുക, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമേ കണക്ട് ചെയ്ത നിങ്ങളുടെ ബൈൻഡിങ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം അതിലൊരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു IP അഡ്രസ്സ് ഉണ്ട്, അത് റിമൂവ് ആക്കുന്നു. ഓൾറെഡി നിങ്ങൾ ചെയ്ത സമയത്ത് കുറേ നമ്പേഴ്സ് ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് പോയിട്ട് ഈ ഒരു ബോക്സ് കാണാം, റെസ്ട്രിക്ട് ആക്സസ് ടു ട്രസ്റ്റഡ് IPs ഓൺലി. ഇവിടെയാണ് നമ്മൾ ആ ന്യൂ IP അഡ്രസ്സ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഞാനതിവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന IP അഡ്രസ്സ് മുഴുവനായിട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം ഈ ഒരു IP അഡ്രസ്സ് ആഡ് ചെയ്യാൻ. കൺഫേം കൊടുക്കുന്നു. ഓക്കെ, ഇനി മുകളിൽ വരിക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഓൾറെഡി പാസ് കീ വെച്ചിട്ടാണ്, അതായത് എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ എൻ്റെ ഫേസ് വെരിഫിക്കേഷനാണ് ചെയ്തത്. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ മെയിൽ ID ഫിംഗർ പ്രിൻറ്റോ ഗൂഗിൾ ഒതനിക്കേറ്ററോ ഒക്കെ ആയിരിക്കും OTP വരുന്നത്. അപ്പോൾ ആ ഒരു OTP കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബയോമെട്രിക് വെരിഫിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ഒരു സേവ് ബട്ടണിൽ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രെൻഡെക്സിൻ്റെ അക്കൗണ്ടിലേക്ക് വരിക. ഓൾറെഡി നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മളിത് കണക്ട് ചെയ്തതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഈ പേജ് റീഫ്രഷ് ചെയ്യുക. കണക്ട് എക്സ്ചേഞ്ചിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഫണ്ട്സ് എന്ന് കാണാം, ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക നിങ്ങളുടെ വാലറ്റ് ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ടോ. അത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈൻഡിങ് കറക്റ്റാണ്. ഇതേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ സ്പോട്ടിലാണ് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയെങ്കിൽ ഈ സ്പോട്ട് ബാലൻസിൻ്റെ അവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ IP അഡ്രസ്സ് ഒരു ന്യൂമറിക് ഡിജിറ്റ്സ് ആണ്, അതവിടെ കോപ്പി ചെയ്ത് ബിനാൻസിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെരിഫൈ ചെയ്യണം നമ്മൾ ചെയ്ത പ്രൊസീജിയർ കറക്റ്റാണോ. ഓക്കെ, താങ്ക് യു.